ഓരോ വർഷവും കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോൾ കേരളം വലിയ പ്രതീക്ഷകളിലാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായിരുന്നില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള പച്ചക്കൊടി, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, റെയിൽവേ വികസനം എന്നിങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി ഇരുന്ന കേരളത്തിന് മുന്നിലേക്ക് കേന്ദ്രം വെച്ചു നീട്ടിയത് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു: കടലാമ സംരക്ഷണ പദ്ധതി. ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലവും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഇളകി മറിഞ്ഞു. വികസന മുരടിപ്പിന്റെ പര്യായമായി കടലാമകൾ ട്രോളുകളിൽ നിറയുമ്പോൾ ഈ കുഞ്ഞൻ ജീവികൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളിലെ പുതിയ സെലിബ്രിറ്റികളായി മാറിയിരിക്കുകയാണ്. കേരളം വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണ് എയിംസ്. കോഴിക്കോട് കിനാലൂരിൽ ഇതിനായി ഭൂമി വരെ ഏറ്റെടുത്ത് കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ ബഡ്ജറ്റിൽ എയിംസിനെ കുറിച്ചൊരു വാക്ക് പോലും ഉണ്ടാകാതിരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഈ കനത്ത നിരാശയ്ക്കിടയിലാണ് കടലാമ സംരക്ഷണത്തിനായുള്ള പ്രത്യേക പദ്ധതിയുടെ പ്രഖ്യാപനം. കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം മുഖം തിരിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിന് പുതിയൊരു ആയുധമായി കടലാമ മാറി. സംസ്ഥാനം ചോദിച്ചത് അപ്പമാണെങ്കിൽ കേന്ദ്രം നൽകിയത് കല്ലാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ചു തുടങ്ങി. കേരളം ആവശ്യപ്പെടാത്തൊരു പദ്ധതി അടിച്ചേൽപ്പിച്ചു എന്ന വികാരമാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. കേന്ദ്ര ബഡ്ജറ്റിനെ പരിഹസിച്ചുകൊണ്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കടലാമകൾ നിറഞ്ഞു നിൽക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ ട്രോളർമാർ ഈ അവസരം ആഘോഷമാക്കി. കസവ് മുണ്ടുടുത്ത കടലാമയുടെ ചിത്രം പങ്കുവെച്ച് ശ്രീജിത്ത് പണിക്കർ കുറിച്ച താങ്ക്സ് എന്ന വാക്ക് വലിയ തോതിൽ പ്രചരിച്ചു. കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നതിന് ലളിതമായി പരിഹസിക്കുകയായിരുന്നു അദ്ദേഹം.